ഇടുക്കി തൊടുപുഴയിൽ വളർത്തുനായയോട് ഉടമയുടെ ക്രൂരത. മദ്യലഹരിയിൽ നായയെ ശരീരമാകെ മുറിവേൽപ്പിച്ച് തെരുവിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ ഷൈജു തോമസിനെതിരെ പോലീസ് കേസെടുത്തു. തൊടുപുഴ മുതലക്കോടത്താണ് സംഭവം ഉണ്ടായത്. അപ്പം മാരകമായ മുറിവേറ്റ് ഉച്ച മുതൽ വെയിലത്ത് കിടക്കുന്ന ഒരു ഡോഗിൻ്റെ വിവരമാണ് നമ്മൾ ഇൻഫോർമർ പറഞ്ഞത്. അതനുസരിച്ച് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ബ്ലഡിൽ കുളിച്ച് റോഡരികിൽ ഇങ്ങനെ അവശ നിലയിൽ കിടക്കുന്ന ഒരു നായ കണ്ടത്. അപ്പോൾ എന്താണെന്ന് പരിസരവാസികളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നായയുടെ യഥാർത്ഥ ഓണർ നായനെ വെട്ടി പരിക്കേൽപ്പിച്ചതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ വിളിച്ചിട്ട് നായനെ ഓണർ വിളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഒരു മാരകമായ വെട്ട്, ഒരു 10ഓളം വെട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ. അതിൻ്റെ തലയ്ക്ക് സ്കള്ളിന് തന്നെ വെട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്, ഒരുപാട് ബ്ലഡ് പോവുകയും ചെയ്ത നായ ക്ഷീണിതനായിരുന്നു ഭയങ്കരമായിട്ട്. എന്തായാലും ആ വളർത്തുനായയെ പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയ അനിമൽ റെസ്ക്യൂ ടീമിലെ ആളുകളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഇത് കണ്ണില്ലാ ക്രൂരതയാണ്. ഉടമയാണ് സ്വന്തം വളർത്തുനായയെ ഈ വിധം ഒരു മൃതപ്രായനാവുന്ന രീതിയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച് രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. നമുക്ക് കണ്ടു നിൽക്കാൻ ആ ദൃശ്യങ്ങൾ ബ്ലഡ് ആണെങ്കിൽ പോലും അത് കാണാൻ നമുക്ക് കഴിയുന്നില്ല. എന്താണ് സംഭവം? പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ദേഹമാസകലം മുറിവേറ്റ നിലയിൽ തൊടുപുഴ മുതലക്കോടത്തു നിന്നാണ് ആനിമൽ റെസ്ക്യൂ ടീം ഈ നായയെ കണ്ടെത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിളിച്ചിട്ട് വന്നില്ല എന്ന കാരണത്താലാണ് ഈ നായയുടെ യഥാർത്ഥ ഉടമ ഈ നായയെ ശരീരമാസകലം വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനിമൽ റെസ്ക്യൂ ടീം എത്തി ഈ നായയെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ദേഹമാസകലം മുറിവുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അംഗങ്ങളായ ഈ റെസ്ക്യൂ ടീം അംഗങ്ങളായിട്ടുള്ള കീർത്തിദാസ്, മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി ഈ നായ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അഭയകേന്ദ്രത്തിലേക്ക് ആദ്യം മാറ്റിയത്. ഈ തെരുവിൽ അടഞ്ഞ് തിരിയുന്നതും ഉടമകൾ ഉപേക്ഷിച്ചതുമായ മൃഗങ്ങൾക്ക് അഭയകേന്ദ്രത്തിൽ ചികിത്സാ സൗകര്യങ്ങളോ ജില്ലയിൽ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഈ നായയുടെ ചികിത്സാ സൗകര്യം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എങ്കിൽ കൂടിയും ഇത്തരം ഒരു ക്രൂരത എന്തുകൊണ്ട് കാണിച്ചു എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. മദ്യലഹരിയിലാണ് ഇതിന്റെ യഥാർത്ഥ ഉടമ ഈ നായയെ വെട്ടി പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തൊടുപുഴ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. പ്രജിൻ, എന്തായാലും ആ നായക്ക് മാരകമായി മുറിവേറ്റിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആ കിടപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുമുണ്ട്. അതിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. പെട്ടെന്നത് ആ മുറിവുകൾ ഭേദമാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിലൊരു കേസ് എടുത്തിട്ടുണ്ട്. അതിന് കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ആ ഉടമയ്ക്കെതിരെ ഉണ്ടാവുകയും വേണം.